ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ദൗത്യമാണ്. ഇപ്പോൾ ആ നദിയിലേക്ക്, ഗംഗാവലി നദിയിലേക്ക് അതിൻ്റെ തെരച്ചിലിൻ്റെ ഫോക്കസ് മാറിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയൊരു മണ്ണ് മല തന്നെയാണ് ഇടിഞ്ഞ പുഴയിലേക്ക് എത്തിയിരിക്കുന്നത്. അത് അതിൻ്റെ മറുകരയിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അത്രത്തോളം വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ പുഴയിൽ നടക്കുന്ന തിരച്ചിൽ, അതിന് വേണ്ടത്ര സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടോ, വേണ്ടത്ര ദൗത്യസംഘത്തിൻ്റെ അംഗത്തിൻ്റെ എണ്ണമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇപ്പോഴും സംശയത്തിലാണ്. ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ ക്രമീകരണങ്ങൾ ഈ ദൗത്യത്തിൽ, പുതിയ സംവിധാനങ്ങൾ ഈ ദൗത്യത്തിൽ ഉപയോഗപ്പെടുത്താൻ പോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തമായൊരു മറുപടിയും നൽകുന്നില്ല. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹാഷ്മി, നേരത്തെ കാലാവസ്ഥ വില്ലനായി നിൽക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് തെരച്ചിൽ നിർത്തിവെക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴെന്താണ് ഏറ്റവും ഒടുവിലായി അവിടെ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? എന്തെങ്കിലും പുതിയ സംവിധാനങ്ങൾ ഈ പുഴയിലെ തെരച്ചിലിനായി എത്തിക്കാൻ ആലോചിക്കുന്നുണ്ടോ ഹാഷ്മി? മറിയജിത്ത്, ഇപ്പോഴും കനത്ത മഴ തന്നെ ഇവിടെ പെയ്യാണ്. അത് ചെറുതല്ലാത്ത ബുദ്ധിമുട്ട് രക്ഷാദൗത്യത്തിന് ഉണ്ടാക്കുന്നുവെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇടയ്ക്ക് തിരച്ചിൽ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം വീണ്ടും തുടങ്ങാനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. ബൈറ്റില്ലല്ലോ. ഇവിടെ എ സി പി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ പോലീസ് കർശനമായ നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മാധ്യമങ്ങളൊന്നും കടത്തിവിടുന്നില്ല, ആരെയും കടത്തിവിടുന്നില്ല. നമ്മുടെ ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ വസീഫ് അടക്കമുള്ളവർ, MLA മാർ അടക്കമുള്ളവർ അകത്തേക്കൊന്ന് പോയി വന്നതല്ലാതെ മലയാളി രക്ഷാപ്രവർത്തകരൊന്നും ഇപ്പോൾ അകത്തേക്ക് കടത്തിവിടുന്നില്ല. റിജിത്ത്, അത് രക്ഷാപ്രവർത്തനം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നേവിയുടെ സൈഡ് സ്കാൻ സോണാർ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് റഡാർ അല്ല, സോണാറാണ്. സോണാർ എന്ന് പറയുമ്പോൾ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് സിസ്റ്റം എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ റിവർ ബെഡിൽ കഴിയുന്ന ലൊക്കേറ്റിംഗ്, അവർ തന്നെ പറഞ്ഞ സോണാർ ഈസ് പ്രൈമർലി യൂസ് ഫോർ ലൊക്കേറ്റിംഗ് അണ്ടർ വാട്ടർ ഹസാർഡ്സ് നാവിഗേഷൻ, സെർച്ച് ആൻഡ് മാപ്പ് ഒബ്ജക്ട്സ് ഓൺ ദ സീ ഫ്ലോർ എന്ന് തന്നെയാണ് നേവിയുടെ വിശദീകരണം. അപ്പോൾ ഒരു അഡ്വാൻസ് പോർട്ടബിൾ സോണാറാണ് അവരിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ബ്ലാക്ക് ബോട്ടുകളും ഓറഞ്ച് ബോട്ടുകളുമുണ്ട്. ഓറഞ്ച് ബോട്ടുകൾ അത് NDRFന്റെ ബോട്ടുകളാണ്. ഈ ബ്ലാക്ക് ബോട്ടുകളാണ് നേവിയുടെ ബോട്ടുകൾ. ആ ബോട്ടുകളിൽ ഒരു നേവിയുടെ 2 മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ സോണാർ ഓപ്പറേഷൻ ആയിട്ടുള്ള ഒരാളും ഡൈവിംഗ് ഓപ്പറേഷൻ ഒരാളുമുണ്ട്. ഈ സോണാറിൽ നിന്ന് കിട്ടുന്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഗ്രാഫ് രൂപത്തിലുള്ള ദൃശ്യങ്ങളാകും ഈ സോണാറിൽ നിന്ന് കിട്ടുക. അതനുസരിച്ചാണ് ഡൈവർമാരോട് ഡൈവ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുക. അത്തരത്തിൽ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവിടുത്തെ കനത്ത മഴ, ഇവിടുത്തെ പെരുമഴ ഈ തെരച്ചിലിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ലാത്ത വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ വലിയ മഴ പെയ്യുമ്പോൾ, വലിയ കാറ്റൊക്കെ ഒരുമിച്ചടിക്കുമ്പോൾ ആ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ട്. ഇവിടെ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നു. അത് പ്രധാനമായും റീജിത്ത് ഈ റോഡ് അടച്ചിട്ടിരിക്കുമ്പോൾ ഈ ലോറി ഡ്രൈവർമാരുടെ സംഘടനകൾക്ക് വലിയ പ്രതിഷേധം ഒക്കെ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട നിരന്തര ചർച്ചകൾ ഉണ്ടാകുന്നു. ലോറി ഡ്രൈവറുടെ ആവശ്യം ഈ റോഡ് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ അവിടുത്തെ ACP ഇപ്പോൾ നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്.